അവൽ മിൽക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പാല് സോസ് പാനിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാലിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാന് എടുത്ത് അതിലേക്ക് നമുക്ക് 1 കപ്പ് അവലിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളാവലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മട്ടാവലാണെങ്കിൽ അതാണെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ വെള്ളാവലാണെങ്കിൽ കുറച്ചും കൂടെ കാണാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് അവൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അവലിൻ്റെ പരിവെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഞെരിയുന്ന ആ ഒരു ടൈം വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറുപഴം നമ്മുടെ പാളയംകോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഏത്തപ്പഴം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ പാളയംകോടൻ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പഴം ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് പഴം ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് മാഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ അല്ലാണ്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിൻ്റെ അളവ് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ പഞ്ചസാര നന്നായിട്ട് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം വീണ്ടും പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്ത് 1 ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാഷ്നട്ടും അതേപോലെ ബദാമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പലണ്ടിയും ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് കൂടുതലും ഇഷ്ടം ഈ ഒരു കാഷ്നട്ടിൻ്റെയും ബദാമിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ അത് കാരണം അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുത്തെടുത്ത് മാറ്റി വെക്കാം. ഇനി അതിന് ശേഷം നമുക്കൊരു 2 ഗ്ലാസ് എടുത്ത് അതിലേക്ക് നമുക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ആ പഴത്തിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കതിലേക്ക് അവൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ മിക്സും അല്പാൽപ്പമായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം അല്പാൽപ്പമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നട്ട്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ്, അവൽ, അതേപോലെ തന്നെ പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴാണ് ശരിക്കും നമ്മൾ കഴിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ബാക്കിയിരുന്ന നട്ട്സ് ഒരല്പം അതിൻ്റെ മുകളിലേക്കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അവൽ മിൽക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഷേക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.